ഇന്ന് നമ്മൾ തുലാം രാശിയെക്കുറിച്ചാണ് തുലാം രാശിയാണ് പ്രവചിക്കാൻ പോകുന്നത്. തുലാം രാശിയിൽ ചിത്തിര അവസാനത്തെ 30 നാഴിക, അതുപോലെ തന്നെ ചോദ്യ നക്ഷത്രം, വിശാഖം മുക്കാൽ ഭാഗം, ഒരു രാശി. അപ്പൊ ഈ രാശിയിൽ വരുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തുലാം രാശിയാണ്. തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം 5ാം സ്ഥാനത്ത് ശനി നിൽക്കുകയാണ്. മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും ചിന്താഗതികളുടെയും സ്ഥാനത്ത് ശനി നിൽക്കുകയാണ്. മനക്ലേശം, ഇച്ഛാഭംഗം, മാനസിക വൈകല്യം, ഒന്നും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തലയിൽ കൊണ്ടു നടക്കാനോ തലയിൽ പതിയാനോ സാധ്യതയില്ലാത്ത കാലം. പകരം മനോവിഷമങ്ങളും എന്ത് നമുക്ക് മനസ്സിൽ ബുദ്ധിയിൽ സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു, ആ വിചാരിക്കുന്ന കാര്യം മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അഥവാ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഉറക്കത്തിൽ തന്നെ അത് നഷ്ടപ്പെടും. പിറ്റേ ദിവസം രാവിലെ ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയിൽ പ്രവേശിക്കുന്ന കാര്യങ്ങൾ അവിടെ പതിയണം. പഠിക്കുന്നത് ബൈഹാട്ടാവും, ഹൃദയസ്ഥമാകും എന്നാണ് പറയുന്നത്. അതാവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. മറ്റു പല കാര്യങ്ങൾ, മനോവികാരങ്ങൾ, മനോവിചാരങ്ങൾ ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ബ്രെയിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. ഈ നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നില്ല, അതിനെ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഉത്സാഹിക്കണം. ബൗദ്ധികപരവും ആയിട്ട് വിജ്ഞാനപരവും പഠനപരവുമായി കൂടുതൽ ഉത്സാഹിക്കണം. കാരണം മെയ് 1 മുതൽ വ്യാഴഗ്രഹം ജനിച്ച രാശിയുടെ 8ാമത്തെ രാശിയിലേക്ക് മറയുകയാണ്. അതായത് ജനിച്ച രാശിയിലും 6ാമത്തെയും 3ാമത്തെയും 8ാമത്തെയും 12ാമത്തെയും രാശിയിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴഗ്രഹം വന്നാൽ അത് മറവാണ്. അവർക്ക് ശോഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവാനുഗ്രഹം എന്ന് ജ്യോതിഷന്മാർ പറയും, വ്യാഴഗ്രഹത്തിൻ്റെ മാറ്റം എന്ന് സയൻറ്റിഫിക്കലായിട്ട് പറയും. എന്നിരുന്നാലും ഇതെല്ലാം ദൈവികപരമായ ഒരു കണക്കാണ്. പൊതുവെ ആലസ്യം, ബുദ്ധിമാന്ദ്യം, ചിന്തിക്കാനും സഹിക്കാനുമുള്ള കഴിവ് കുറവ്, പഠന പരാജയം, പഠന വിഘ്നം, തോൽവി, അസുഖം, എന്തിനാ പഠിക്കുന്നത് എന്നൊരു തോന്നലുകളിലേക്കൊക്കെ, വിഷാദം, ഡിപ്രഷൻ, ഈ വക മേഖലകളിലേക്ക് തിരികുകയും, ഇനി അതൊന്നുമല്ല ജാതക നിലയിൽ നല്ലോണം പഠിച്ചു വരുന്ന സരസ്വതി യോഗം അതുപോലെ മറ്റു വല്ല പ്രഫുല്ല യോഗങ്ങൾ ഒക്കെ ഉള്ള യോഗക്കാരുണ്ട്. അവരെയൊന്നും ഇതൊന്നും കാര്യമായി ഈ ബുദ്ധിക്ക് തകരാറോ അല്ലെ പഠിക്കുന്നതിന് ഉത്സാഹക്കുറവോ ഒന്നും ബാധിക്കത്തില്ല. അവരെ ചിലപ്പോൾ ഒന്ന് റേഡിയോ ഒന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പഠിക്കുന്നവർക്ക് വൈകാട്ടാവുന്ന ബുദ്ധി രാക്ഷസന്മാരുണ്ട്. അത് വിദ്യാർത്ഥികളിലൊക്കെ ഉണ്ട്. അവരെ ബാധിക്കുന്നത് മറ്റെന്തെങ്കിലും കുടുംബ ഘടകങ്ങളിലുള്ള വ്യസനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ 2024 മെയ് 1 മുതൽ അവനവൻ്റെ കഴിവും യോഗ്യതയും അർഹതയും പാഴായി പോകുന്ന ഒരു പരീക്ഷണം ദൈവത്തിൻ്റെ വരികയാണ്. ആ പരീക്ഷണം വരുന്നത് ഒന്നുമല്ലെങ്കിൽ ശാരീരിക രോഗങ്ങൾ, അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ വരുന്ന അച്ഛൻ്റെ അമ്മയ്ക്കോ അല്ലെ അതുപോലെ സഹോദരങ്ങൾക്കോ ഒക്കെ ഉണ്ടായേക്കാവുന്ന ചില വിഷമതകൾ, അതുമല്ലെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും. അതല്ലെങ്കിൽ പ്രേമം, അകന്നു പോയി കഴിയുമ്പോഴത്തേനും വിഷാദം ഉണ്ടാകുക. പ്രത്യക്ഷത്തിലൊന്നുമില്ല, അതൊന്നും സാരമില്ല എന്നൊക്കെ പറയും. പിന്നെ കുളി, ജപം, പ്രാർത്ഥനകളൊന്നും ഇല്ലാതെ വരിക, ആഹാരത്തിനോട് താല്പര്യമില്ലാതെ വരിക, പേരെയും കണ്ണാടിയൊക്കെ കുത്തിപ്പൊട്ടിക്കുക, ഇതൊക്കെ ഒരു കൊല്ലത്തേക്കിന് വളരെ ദോഷ സമയമാണ് ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും. അതുപോലെ തന്നെ ഉദ്ദേശിച്ച മാർക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ പേപ്പർ പഠിച്ചുകൊണ്ട് പോകുന്ന വിഷയങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് പുതിയ സിലബസ് വരിക, ആ വീണ്ടും ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു. പഠിക്കാനായിട്ടിരുന്ന സമയങ്ങളിൽ കുടുംബക്കാർക്കോ അധ്യാപകർക്കോ കോളേജ് തലത്തിലോ വിദ്യാഭ്യാസ തലങ്ങളിലോ എന്തെങ്കിലും അട്ടിമറികൾ ഒക്കെ ഉണ്ടായിട്ട് പ്രയാസങ്ങൾ വരിക. അതുപോലെ തന്നെ അങ്ങനെയുള്ള ദുരിതങ്ങൾ. ഉദ്യോഗാർത്ഥികൾക്കും ഈ ജോലി സസ്പെൻഷനോ ഡിസ്മിസോ പ്രമോഷനോ ഡീഗ്രേഡോ ബാറുകയോ അധികാരികൾ പിണങ്ങുമോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ മെഡിക്കൽ ലീവ്, ലോങ് ലീവ്, പനിഷ്മെൻറ്റ്, ട്രാൻസ്ഫർ, മിന്നൽ പരിശോധന, കൈക്കൂലി, ഇങ്ങനെയുള്ളതിലൊക്കെ തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അതിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ്സുകാർക്ക് നല്ല നഷ്ടം വരും. കൂടുതൽ പണമൊന്നും എടുത്തെറിയരുത്. കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർ ആ സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷമാകും ഈ കാലഘട്ടത്തിൽ. അവരിനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർ
ക്യാമറയുടെ മുമ്പിലൊക്കെ ചെല്ലാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ വീക്കാവും. കൂടുതൽ ആരോഗ്യം ശ്രദ്ധിക്കണം. ചെറിയ നിസ്സാരമായിട്ടുള്ള ജലദോഷപ്പനി പോലും വന്നു കഴിഞ്ഞാൽ അന്നേരെ വൈദ്യ പരിശോധനയ്ക്കൊക്കെ വിധേയമാകണം. ഈ വൈറൽ രോഗങ്ങളൊക്കെ ആക്രമിക്കാനും ആക്സിഡൻറ്റ് പ്രധാനമായിട്ടും വരാനും കേസ് പഴക്ക വക്കാണം, അബദ്ധം, അമളി, ചതി, വഞ്ചന, കെണിയിലൊക്കെ പെടാനും ഏത് സ്ഥാനത്തിരിക്കുന്നു ആ സ്ഥാനത്തിന് ഇളക്കം ഉറപ്പായിട്ടുണ്ടാവും. തൊട്ടതൊക്കുമേ പൊട്ടിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങളോ പലതും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വെറുത്തിടും. ഇതാണ് ഈ രാശിക്കാർക്ക്. തൊട്ടതൊക്കെ ഠും ഠും പൊട്ടും, നനച്ചതെല്ലാം തെറ്റും. അടിസ്ഥാനം, താമസം, ജോലി, കാര്യങ്ങൾ, ഭരണം, കസേര എല്ലാം മാറ്റം ഉണ്ടാവും. അവസരം, പെറ്റ അമ്മയാണ് നമ്മളോട് ഏറ്റവും കാരുണ്യമായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അമ്മമാർക്ക് പിണങ്ങാൻ ഒക്കുകയില്ല, പക്ഷെ ആ അമ്മ പോലും പിണങ്ങിടുമെന്നാണ്. അപ്പോൾ ഈ ഒരു ദോഷസന്ധി ഒന്ന് മറികടക്കാൻ എന്താണ്? മറികടക്കാൻ ഇപ്പോഴേ വ്യാഴപ്രീതി വരുത്തണം, പിന്നെ ശനിപ്രീതി വേണം. മറ്റെല്ലാ ഗ്രഹങ്ങളും വിപരീതമാണ്. ഈ ഗ്രഹങ്ങൾ മാത്രമല്ല. ആദ്യമേ നമുക്കൊരു മേലായ്മ വന്നു കഴിഞ്ഞെന്നാൽ നേരത്തെ ഷുഗറിൻ്റെ ലെവൽ നോക്കും, അത് കഴിഞ്ഞ് പ്രഷർ, അത് കഴിഞ്ഞ് കൊളസ്ട്രോൾ, ഇതെല്ലാം നോക്കി മൊത്തം എല്ലാം കൊളാപ്ലിക്കേഷൻ ആയി കഴിയുമ്പോൾ ഇയാളിനെ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പും ഒക്കെ കൊടുത്തൊന്ന് വാച്ച് ചെയ്യും. എന്ന് പറയുന്ന പോലെ നവഗ്രഹങ്ങളെ മൊത്തം സന്തോഷിപ്പിക്കണം. സൂര്യശൗര്യമഥേന്ദുരുച്ച പദവിയും സന്മംഗളം മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം സുഖസുഖം സംശനി രാഹുർബാഹുബലം കരോതി വിബലം കേതു കുലസ്യോന്നതി നിത്യം പ്രീതികരാ ഭവന്തു ഭവതാം സർവേ പ്രസന്നഗ്രഹ. നവഗ്രഹ പുഷ്പാർച്ചനകൾ, നവഗ്രഹ സ്തോത്ര ജപങ്ങൾ, നവഗ്രഹ പൂജാതി കർമ്മങ്ങൾ, വൻകിട പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുകയാണ് നവഗ്രഹ ഹോമാദികൾ ഇത്യാദികളും. അതുപോലെ തന്നെ സാധുക്കൾക്ക് ഞായറാഴ്ച ദിവസങ്ങൾ അന്നദാനം, കാരുണ്യപ്രവർത്തനം, സർവോപരി ഇതാണ് എൻ്റെ സമയം എന്ന് കണ്ടുകൊണ്ടുള്ള ബൗദ്ധികപരവും വിജ്ഞാനപരവും അതുപോലെ തന്നെ ആരോഗ്യപരവും ചിന്താപരവുമായിട്ടുള്ള ശക്തി സംഭരിക്കുക. ഇതിനേക്കാൾ കൂടി നോക്കിക്കണ്ട് വെയിറ്റ് ചെയ്യേണ്ടടുത്ത് വെയിറ്റ് ചെയ്യുക, മാറി നിൽക്കേണ്ടടുത്ത് മാറി നിൽക്കുക. ഈ അവസരം മോശമാണ് കരുതുക. ശത്രുക്കൾക്കും ഒക്കെ ഒരു അവസരങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ കാലങ്ങൾ കഴിയട്ടെ, ഞാൻ പിന്നെയേ വരുന്നുള്ളൂ, എല്ലാം പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞൊന്ന് മാറി നിന്നാൽ മുൻകാലങ്ങളിൽ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ പ്രകീർത്തിക്കുകയും ചെയ്യും ഈ അവസരം. അതല്ല ദുഷ്ടതരമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ, മോശമാണെങ്കിൽ ഈ അവസരത്തോടെ അസ്തമിക്കുകയും. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് പോകണ്ട, എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിച്ച് നിന്നാൽ മതി. എല്ലാവരെയും സംതൃപ്തമാക്കിയൊന്നും ലോകത്ത് ജീവിക്കാൻ ഒക്കും എന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കുറച്ച് പേർക്ക് കൂടെ നിൽക്കുന്നവരെ ഒക്കെ ഹെൽപ്പ് ചെയ്യുക, കൂടെ നിൽക്കാത്തവരെ വിമർശിക്കുക, അങ്ങനെയാണ് കണ്ടുവരുന്നത്. 100% ആളുകൾക്ക് സംപ്രീതമായി ഒന്നും ചെയ്യാൻ ഒക്കുമെന്ന് തോന്നില്ല. ആശ്രയിച്ച് നിൽക്കുന്നവർക്കും ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന രീതിയിൽ നോക്കും നന്മ എന്ന് ചെയ്യുക. നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം, നവഗ്രഹ സ്തോത്ര ജപം മുതലായത് ചെയ്ത് ചിത്തിര, ചോതി, വിശാഖം മുക്കാലടങ്ങുന്ന തുലാം രാശിക്കാർക്ക് 2024 നല്ലോണം മുൻകരുതലുകൾ വേണം. സ്ഥാനപ്രശ്നമാവാനുള്ള സാധ്യതകളും ഒക്കെയുണ്ട്. വളരെ കരുതിയിരിക്കണം. ഇല്ല തത്തുല്യമായ അവസ്ഥകളൊക്കെ വരാം. കൂടുതലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനേക്കാൾ ഉപരി കാണുന്നത്.